ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് ഡെഫിനിഷൻ 9.6 ആണ്. ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഡെഫിനിഷൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 റിസൾട്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ബേസായിട്ട് പഠിച്ചിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കുറച്ച് വരുന്ന ഡെഫിനിഷൻസാണ്. ഫസ്റ്റ് വൺ, ലെറ്റ് എൽ ഓഫ് എക്സ് വൈ ബി ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് ദ വെക്റ്റർ സ്പേസ് എക്സ് ഇൻറ്റു ദ വെക്റ്റർ സ്പേസ് വൈ. അതായത് വെക്റ്റർ സ്പേസ് എക്സിൽ നിന്ന് വെക്റ്റർ സ്പേസ് വൈയിലേക്കുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും കളക്ഷനെയാണ് നമ്മൾ എൽ ഓഫ് എക്സ് വൈ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലി എൽ ഓഫ് എക്സ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. അത് നമുക്ക് സിംപ്ലി എൽ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എക്സ് ഇൻറ്റു എക്സ്. ഇനി അടുത്തത്, ഇഫ് A1 A2 ബിലോങ് ടു എൽ ഓഫ് എക്സ് വൈ ആൻഡ് C1 C2 ആർ സ്കെയിലേഴ്സ്. അതായത് A1ഉം A2ഉം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണെങ്കിൽ ആൻഡ് C1 C2 സ്കെയിലേഴ്സ് ആണ്, ദെൻ C1 A1 പ്ലസ് C2 A2 അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് C1 A1 പ്ലസ് C2 A2 ഓഫ് എക്സ് ഈക്വൽ ടു C1 ഇൻറ്റു A1 ഓഫ് എക്സ് പ്ലസ് C2 ഇൻറ്റു A2 ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു എക്സ്. അതായത് A1 A2 എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. C1 C2 എന്ന് പറയുന്നത് സ്കെയിലേഴ്സ് ആണെങ്കിൽ ദെൻ C1 A1 പ്ലസ് C2 A2 ഓഫ് എക്സ് ഇസ് C1 A1 പ്ലസ് C2 A2 is defined as C1 A1 plus C2 A2 of x which is equals to C1 A1 of x plus C2 A2 of x for all x. Then C1 A1 plus C2 A2 is a linear transformation from x into y. So C1 A1 plus C2 A2 is belong to L of xy. Then third definition, if x, y, z are vector spaces and if A belong to L of xy and B belong to L of yz, that is A is a linear transformation from x into y and B is a linear transformation from y into z ആണെങ്കിൽ then their product BA is defined as the composition of A and B. അതായത് ഈ 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൻ്റെയും ബിൻ്റെയും ഈ 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ബി എ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് എ ആൻഡ് ബി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ബി എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് എ ഓഫ് എക്സ്. ദെൻ ബി എ ബിലോങ് ടു എൽ ഓഫ് എക്സ് സെഡ്. ദറ്റ് ഈസ് ബി എ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എക്സ് ഇൻറ്റു സെഡ്. Note that BA need not be same as AB even if x equal to y equal to z. അതായത് എക്സും വൈയും സെഡും ഈക്വൽ ആയാൽ പോലും എ ബിയും ബി എയും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി ഫോർത്ത് ഡെഫിനിഷൻ, ഫോർ എ ബിലോങ് ടു എൽ ഓഫ് ആർ എൻ ആർ എം. ദറ്റ് ഈസ് എ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എൻ to Rm ആണെങ്കിൽ and defined and the norm of A is defined as the supremum of all numbers mod Ax where x ranges over all vectors in Rn with mod x less than or equal to 1. അതായത് എ എന്ന് പറയുന്നത് ആർ എൻ നിന്ന് ആർ എമ്മിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. പിന്നെ മോഡ് എക്സ് ലെസ് ദാൻ ആർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന ആർ എന്നിലെ എല്ലാ വെക്റ്റർ സ്പേസും കൺസിഡർ ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡ് എ എക്സിൻ്റെ സുപ്രീമം വാല്യൂ എന്താണോ അതായിരിക്കും നോം എ. നോം എ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് ഓൾ സെറ്റ് ഓഫ് ഓൾ മോഡ് എ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ആർ എൻ വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതാണ് നോം എ എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ നോമിനെ ബേസ് ചെയ്തിട്ടുള്ള 2 റിസൾട്ടാണ്, 2 നോട്ടാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോട്ട് 1, മോഡ് എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ്. ദറ്റ് ഈസ് മോഡ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു ആർ എൻ. പ്രൂഫ് നോക്കാം. ദിസ് ഇൻഇക്വാലിറ്റി ഈസ് ട്രൂ ഫോർ എക്സ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് ദിസ് ഈസ് ട്രിവിയൽ അല്ലേ. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എൽ എച്ച് എസും 0 ആണ്, ആർ എച്ച് എസും 0 ആണ്. സോ ദ ഇൻഇക്വാലിറ്റി ഈസ് ട്രിവിയൽ ഫോർ എക്സ് ഈക്വൽ ടു 0. സോ അസ്യൂം എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് വി ക്യാൻ ഡിഫൈൻ എക്സ് ബൈ മോഡ് എക്സ്.
ബട്ട് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ബൈ മോഡ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് നോം ഓഫ് എ we know that it is a supremum of mod ax such that x belong to Rn with mod x less than or equal to 1. അതായത് സുപ്രീം വാല്യൂ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ മോഡ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഫോർ ഓൾ എക്സ് ബിലോങ് ടു Rn വിത്ത് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ ഇവിടെ നമുക്ക് ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട് മോഡുലസ് വാല്യൂ ഓഫ് എക്സ് ബൈ മോഡ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ അത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. സോ ബൈ ദ ഡെഫിനേഷൻ ഓഫ് നോം നമുക്കിത് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് എ ഇൻറ്റു എക്സ് ബൈ മോഡ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ. Then here 1 by mod x is a constant value and a is a linear. So ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that is modulus of 1 by mod x into ax is less than or equal to norm a. Then 1 by mod ab which is mod a into mod b. അപ്പോൾ അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 by mod x into mod ax is less than or equal to norm a. ആൻഡ് ഓൾസോ ഹിയർ 1 by mod x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. വിച്ച് ഇംപ്ലൈസ് മോഡ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. മോഡ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് മോഡ് എക്സ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മോഡ് എ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ ഇൻറ്റു മോഡ് എക്സ് എന്ന് കിട്ടും. നോം എ ഇൻറ്റു മോഡ് എക്സ് എന്ന് കിട്ടും ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. സോ നമുക്ക് എക്സ് ഈക്വൽ ടു 0 കേസിലും കിട്ടി, ട്രൂ ആണെന്ന് കിട്ടി. നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന കേസിലും നമുക്ക് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ബിലോങ് ടു Rn. Therefore mod ax is less than or equal to norm a into mod x for all x belong to Rn. ഇനി അടുത്തത് ഇത് നോമിൻ്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നെക്സ്റ്റ് റിസൾട്ടാണ്. നോട്ട് 2. ഇഫ് ലാംഡ ഈസ് സച്ച് ദാറ്റ് മോഡ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു Rn ദെൻ നോം എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ. അതായത് നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെന്നെവർ മോഡ് എ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു മോഡ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ് ടു Rn, ഇങ്ങനെ ഒരു ലാംഡ ഉണ്ടെങ്കിൽ അത് ദെൻ മോഡ് എ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. ഗിവൻ ദാറ്റ് mod ax is less than or equal to lambda into mod x for all x belong to Rn. That is അതായത് മോഡുലസ് ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന എക്സിനും ഈ ഒരു വാല്യൂ ഇത് ഹോൾഡ് ചെയ്യും, ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡ് എ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 ഫോർ ഓൾ എക്സ് ബിലോങ് ടു Rn with mod x less than or equal to 1, which implies mod ax is less than or equal to lambda for all x belong to Rn with mod x less than or equal to 1. അതായത് ഇങ്ങനെയുള്ള, അതായത് മോഡ് എ എക്സ് എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഈ ഒരു വാല്യൂസിൻ്റെ സുപ്രീമമാണ് നോം എ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ളതിൻ്റെ സുപ്രീമാണ് നോം എ. സോ നമുക്ക് സുപ്രീമത്തിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാംഡ എന്ന് പറയുന്ന ഇവിടുത്തെ ഈ സെറ്റിൻ്റെ അപ്പർ ബൗണ്ടാണെന്ന് കിട്ടും. So therefore lambda is the upper bound of set of all mod ax such that x belong to Rn with mod x less than or equal to 1. Then by the definition of the supremum നമുക്ക് എന്ത് പറയാം? lambda is always greater than or equal to supremum. ദാറ്റ് ഈസ് എപ്പോഴും സുപ്രീമം വാല്യൂ ആയിരിക്കും അപ്പർ ബൗണ്ടിനേക്കാളും ചെറുത്. ദാറ്റ് ഈസ് ഇവിടെ സുപ്രീമം എന്ന് പറയുന്നത് എന്താണ്? നോം എ ആണ്. ദാറ്റ് ഈസ് നോം എ ഈസ് അതായത് ആ സെറ്റുകളുടെ സുപ്രീം എന്ന് പറയുന്നത് എന്താണ്? നോം എ ആണ്. ദാറ്റ് ഈസ് we get upper bound as least upper bound as that is supremum is less than or equal to lambda, and here supremum is norm a, so norm a is less than or equal to lambda. So if lambda is such that mod ax is less than or equal to lambda into mod x for all x belong to Rn, then norm a is less than or equal to lambda. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. താങ്ക് യു.